ഒരു പോട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ്, അതായത് നമ്മൾ ഒത്തിരി പോട്ടിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചുമ്മാ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് പോട്ടിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തന്നെ റെഡിയാക്കി എടുക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കതിന് മെയിനായിട്ട് വേണ്ടത് ഡിസ്റ്റംബറാണ് നമ്മളതിന് യൂസ് ചെയ്യണത്. ഡിസ്റ്റംബർ എടുത്തിട്ട്, ഇപ്പോൾ ഡിസ്റ്റംബർ ഞാനിതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡിസ്റ്റംബറാണ്. അപ്പോൾ ഈ ഡിസ്റ്റംബർ ഇതുപോലെ മേടിക്കണം, നമ്മളൊരിക്കലും പൗഡർ വാങ്ങിക്കരുത്. ഡിസ്റ്റംബറിൻ്റെ അല്ലെങ്കിൽ പുട്ടിയായാലും മതി, പുട്ടിയുടെ ആണെങ്കിലും പൗഡർ വാങ്ങരുത്. നമ്മളിതുപോലെ മിക്സ് ചെയ്തത് വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിച്ചിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അതായത് നമ്മുടെ ബ്രഷ് മൂവ് ചെയ്യാനുള്ള വെള്ളമാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമുക്കതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കമ്പനി അനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം ഉണ്ടാവും. ചിലത് ഒത്തിരി ഹാർഡായിട്ടിരിക്കും, ചിലത് വല്ലാണ്ട് വാട്ടറി ആയിട്ടിരിക്കുന്നത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ DDL ഡിസ്റ്റംബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വാട്ടറിയാണ്. അതിനകത്തേക്ക് നമുക്ക് വെള്ളം ആവശ്യമില്ല, കാരണം നേരിട്ട് നമുക്കത് ബ്രഷ് യൂസ് ചെയ്യാൻ അതിൻ്റെ പരുവത്തിലാണ് അതിൻ്റെ കൺസിസ്റ്റൻസി, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെള്ളമാണ് ഇതിൻ്റെ മിക്സിങ്, വെള്ളമാണ് ഇതിൻ്റെ മീഡിയം വരുന്നത്. ഇത് നമ്മളിങ്ങനെ എടുക്കണം. ഇപ്പോൾ നമുക്ക് സാധാരണ പോട്ടിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ ടെറാക്കോട്ട പോട്ടൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട, നമുക്ക് നേരിട്ട് അതിലേക്ക് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ടെറാക്കോട്ടയിൽ നിന്ന് അത്രയും ഫിനിഷിങ്ങിൽ വരുന്നതാണ് ടെറാക്കോട്ട പോട്ട്. അതിപ്പോൾ എല്ലാവർക്കും അത് കിട്ടാൻ വളരെ അപൂർവമായിട്ട് അത് കിട്ടുന്നുള്ളൂ. നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ടെറാക്കോട്ടയുടെ പോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന പോട്ട് സാധാരണ മണ്ണിൻ്റെ പോട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല, അതിന് ഫിനിഷിങ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ അതിനെ നല്ല ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്റ്റംബർ ഈ പരുവത്തിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കും. ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ട്, അത് വളരെ തിന്നായിട്ടൊന്നുമല്ല അടിക്കുന്നത്, കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മളങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കും അതിനെ. ഇതുപോലെ നന്നായിട്ട് ഡിസ്റ്റംബർ തൂത്ത് കൊടുക്കണം. ഇപ്പോൾ ചെറിയ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാണ്ട് തന്നെ ഡിസ്റ്റംബർ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ വെള്ളം ചേർത്ത് അങ്ങ് തൂത്താൽ മതി. ഇതുപോലെ നമ്മൾ പോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റംബർ തേച്ച് പിടിപ്പിച്ചിട്ട്, ഞാനത് മുഴുവൻ തേക്കുന്നില്ല, പകുതി തേച്ചിട്ടുണ്ട്. ഇതിന് മുഴുവൻ തേച്ച് വെച്ച് നമ്മൾ ഒരു ദിവസം മുഴുവൻ ഉണങ്ങാൻ വെക്കണം, നല്ലതാണ്. അപ്പം തന്നെ ഒന്നും എടുക്കണ്ട, ഒരു ദിവസം മുഴുവനായിട്ട് അത് ഉണങ്ങാൻ വെച്ചേക്ക്. അത് ഉണങ്ങാൻ വെച്ചിട്ട്, ഇതിപ്പോൾ ഞാൻ ഉണങ്ങിയൊരു പോട്ട് ഇവിടെ ഉണ്ട്, ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതുപോലെ ഇരിക്കും, നമ്മൾ ഡിസ്റ്റംബർ അടിച്ചേക്കാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മളതിനെടുത്ത് സാൻഡ് പേപ്പർ നമ്പർ 100 നമ്മൾ യൂസ് ചെയ്യണത്. 100 തന്നെ മതി, നമ്മൾ കുറച്ച് തിന്നായിട്ടുള്ള സാൻഡാണ് അതിൽ നല്ലത്. ചിലപ്പോൾ അത്രയും സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഉറച്ചു കൊടുക്കണം. ഇത് നമുക്ക് ശരിക്കും നല്ലൊരു പണിയാണ്. ഇത് പോട്ട് പ്രിപ്പറേഷനാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ടൈം എടുക്കുന്നത് ഇതിനാണ്. കാരണം ഇത് അത്രയും ഭംഗിയായിട്ട് ചെയ്താലാണ് നമ്മുടെ വർക്കിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം എന്തായാലും കാണണം. പിന്നെ പൗഡറിന് അലർജി ഉള്ളവരാണെങ്കിൽ ശരിക്കും മാസ്കൊക്കെ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം. കാരണം ഇത് മുഴുവനും പൗഡർ, നമ്മളിത് സാൻഡ് പേപ്പർ വെച്ച് അരയ്ക്കുമ്പോൾ ഇത് മുഴുവനും പൗഡറായിട്ട് താഴെ വീഴാണ്. അപ്പോൾ അത് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മാസ്ക് വെച്ചിട്ട് ചെയ്യണം, അത് ശ്രദ്ധിക്കണം പ്രത്യേകം. നമ്മളിപ്പോൾ അരച്ചരച്ച് ഇതിൻ്റെ മുഴുവൻ. അപ്പം ഇപ്പോൾ എനിക്ക് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നിങ്ങൾക്കത് മനസ്സിലാവും. മിക്കവാറും ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഏരിയ അത്രയും സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും എന്തോ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ ഒരു പോട്ട് എടുക്കുന്നതും ഇത് ചെയ്യുന്നതായിട്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഭാഗം അരയ്ക്കുന്നുള്ളൂ, അവിടെ നന്നായിട്ട് സ്മൂത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് തൂത്തിറങ്ങിയിട്ട് പിന്നെ ഇത് കംപ്ലീറ്റ് പോട്ട് അരച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് ടാപ്പ് തുറന്നിട്ട് വെള്ളം നല്ലോണം അങ്ങോട്ട് ഒഴിച്ച് കഴുകുക. അതാണ് ചെയ്യുന്നത്. മുഴുവനും അരച്ച് കഴിയുമ്പോഴത്തേക്കും നേരെ തന്നെ കുറേ നേരം ഒന്നും കഴുകണ്ട, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നീറ്റായിരിക്കും. ഇപ്പോൾ ഞാനിത് വെള്ളം നനച്ചൊന്ന് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിലുള്ള പൊടിയെല്ലാം പോയി കിട്ടും, നല്ല നീറ്റാവും. പിന്നെ കുറേ നേരം നമ്മൾ പൈപ്പിനുള്ളിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും ഇത് വെള്ളത്തിൽ കുറേ നേരം കഴിയുമ്പോൾ ഡിസ്റ്റംബർ ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം.
എന്നിട്ട് നമ്മൾ പിന്നെ അതിനുള്ള പെയിൻറ്റുകൾ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ തന്നെ ഉണങ്ങും. അത് ഞാൻ ജസ്റ്റ് നനച്ച് തുടച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ അത് ഉണങ്ങും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് നേരിട്ട് ഫാബ്രിക് പെയിൻറ്റോ ഇനാമൽ പെയിൻറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നേരിട്ടല്ലാത്ത വർക്കുകൾക്കെല്ലാം നമ്മളിതാ ഇതുപോലെ ഫാബ്രിക് എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഒരു പോട്ടിൽ ഇതിനകത്ത് വെറുതെ നമ്മളൊരു ഫാബ്രിക് പെയിൻറ്റ് അടിച്ച് വെച്ചാൽ പോലും ഇതിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല സ്മൂത്തായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ല സ്മൂത്തായിട്ട് പെയിൻറ്റ് ബ്രഷ് പോകുന്നതല്ല, സ്മൂത്തായിട്ട് ബ്രഷും പോകുന്നുണ്ട്, പെയിൻറ്റ് നല്ലൊരു ഗ്ലാസ് ഫിനിഷിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മളൊരു പോട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തിട്ട് വേണം എല്ലാവരും വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.